ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സാറ്റിൻ ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു ഹെഡ് ബാൻഡാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡ് ബാൻഡ് ഞാൻ മെറ്റൽ ഹെഡ് ബാൻഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മെറ്റൽ ഹെഡ് ബാൻഡിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്, വളരെ ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇത് എന്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും പൊട്ടിപ്പോവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ഹെഡ് ബാൻഡൊക്കെ ആണെങ്കിൽ എവിടെ വെച്ച് അമർന്നു കഴിഞ്ഞാലും ചിലപ്പോൾ കുട്ടികൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കയ്യിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കുസൃതികൾ കാണിച്ചു കഴിഞ്ഞാലും പൊട്ടിപ്പോവും. പക്ഷേ ഈ ഒരു ഹെഡ് ബാൻഡിന് ഒരു കോട്ടവും വരത്തില്ല. ഇതിൻ്റെ മുകളിലത്തെ ഡിസൈനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലും ഈ ഒരു ഹെഡ് ബാൻഡിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ കൂടുതലും ഡിമാൻഡഡ് ആയിട്ടുള്ള ഡിമാൻഡഡ് ഹെഡ് ബാൻഡാണ് മെറ്റൽ ഹെഡ് ബാൻഡ് എന്ന് വെച്ചാൽ ആൾക്കാർ ചോദിക്കുന്നത്. പൊട്ടിപ്പോവാതിരിക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഈ ഒരു ഹെഡ് ബാൻഡിനോട് താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ് ബാൻഡ് എങ്ങനെയാണ് ഒന്ന് മേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ സാറ്റിൻ ഫാബ്രിക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 4 പീസുകളുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ 4 പീസുകളും ഒരേ സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 8 സെൻറ്റിമീറ്ററിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസൊക്കെ മാറ്റാം, ലെങ്ത്തും വിഡ്ത്തും കറക്റ്റായിട്ട്. അപ്പോൾ പേൾ ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു പേൾ ബീഡ്സ് 8mm 2mm ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെറ്റൽ ഹെഡ് ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഫാബ്രിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂ വേണം. ഞാനിപ്പോൾ ഒരു ഗ്ലൂ ഗണ്ണും എടുത്തിട്ടുണ്ട്, നമ്മുടെ B7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ നീഡിൽ, ത്രെഡ്. ഇത്രയും പീസുകളായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി ലൈറ്റർ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് എങ്ങനെ മേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക്, ഈ ഒരു കോൺ ഷേപ്പിലോട്ട് മടക്കിയെടുക്കുക. പിന്നെ എഗെയിൻ നമ്മൾ ഒന്നുകൂടി മടക്കുക കേട്ടോ, നമ്മൾ ഈ തോണിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യം, എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു താഴെ വരുന്ന ഭാഗത്തോട്ട് നമുക്കിനി റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കും. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ താഴെ എല്ലാ എന്താ പറയുക, താഴോട്ട് വന്ന എല്ലാ ഭാഗങ്ങളും തന്നെ ആ സ്റ്റിച്ചിനുള്ളിൽ തന്നെ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോവും. അപ്പോൾ ഈ ഒരു ചെയ്തെടുക്കുന്ന കാര്യത്തിലാണ് നമുക്ക് ഭംഗി വരുത്തേണ്ടത്. അപ്പോൾ ഈ താഴെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ വരുന്ന ആ പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ നീറ്റായിട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിലാക്കി വരാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് താഴോട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. നൂലൊന്നും പുറത്ത് വരാത്ത രീതിയിൽ നല്ല സെറ്റാക്കി വെക്കുക. എന്നിട്ട് ടൈറ്റ് ആക്കി വെക്കണം. ഇതുപോലെ പ്ലീറ്റ്സൊക്കെ വരണം. എന്നിട്ട് നമുക്ക് ഈ നൂല് കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ഈ നമ്മുടെ വലിയ പേൾ ബീഡ്സ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് വെച്ചിട്ട് കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് 2 സൈഡിലൂടെയും തന്നെ ഒന്ന് കോർത്ത് 2-3-4 തവണ ഒന്ന് കോർത്തൊന്ന് ടൈറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സാറ്റിൻ ഫാബ്രിക് തന്നെ എടുക്കണമെന്നില്ല. ഇനി നെറ്റ് ഫാബ്രിക് ആണെങ്കിലും നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വേറെ എന്ത് ഫാബ്രിക് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ ഇരിക്കണം കാണാൻ. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ചെറിയൊരു വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്മോൾ പേൾ ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്തെടുക്കാം. ബീഡ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു വൈറ്റ് ബീഡ്സ് വരുമ്പോൾ പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ട് കാണാൻ. അതുകൊണ്ട് എനിക്കത് ആ ഒരു കോമ്പിനേഷൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വൈറ്റ് പേൾ ബീഡ്സ് തന്നെയാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു 3 ചെറിയ ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം, അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതുപോലെ 4 എണ്ണം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഞാനൊരു നമ്മുടെ B7000 ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരുപാട് ലാസ്റ്റിങ്, കാരണം ഈ ഒരു ബീഡ്സൊക്കെ വളരെയധികം ചാൻസ് ഉള്ളതാണ് ഇളകി പോരാൻ വേണ്ടിയിട്ട്. അതൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി തന്നെ നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ നമ്മുടെ B7000 തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞാൽ വേഗം കുറച്ച് സമയം എടുക്കും ഒട്ടാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ അത് ലാസ്റ്റ് ചെയ്ത് കിടക്കും കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ B7000 മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്ക് ഈ ഒരു ഗ്ലൂ ഗണ്ണും കൂടി ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഒട്ടും.
അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റൽ ഹെഡ് ബാൻഡിന് മുകളിലോട്ട് ഈ ഒരു ഗ്രോസ് ഗ്രെയിൻ റിബൺ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു മെറ്റൽ ഹെഡ് ബാൻഡ് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹെഡ് ബാൻഡാണ് കേട്ടോ. ഈ ഗോൾഡൻ കളറിൻ്റെതാണ് ആവുമ്പോൾ ഇതിന് മുകളിലോട്ട് ഒരു വർക്കും ചെയ്തിട്ടില്ലെങ്കിലും കാണാൻ വളരെയധികം ഭംഗിയാണ്. കുട്ടികളൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടി വലിയ ആൾക്കാർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ മെറ്റൽ ഹെഡ് ബാൻഡിൻ്റെ മുകളിലോട്ട് ഈ ഒരു ഡിസൈൻ വരുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു കളറ് നമുക്ക് കാണും വേണം, എന്നാൽ ഇതിൻ്റെ മുകളിലോട്ട് ചെറിയൊരു ഒരു കവറിങ് കൂടി വരണം എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഗോൾഡൻ കളറും കൂടി കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതാണ് ചെയ്യാൻ പോകുന്നത്. ഈ രീതിയിലാണ് ഞാൻ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഒന്ന് ലെഫ്റ്റിൽ ഒന്ന് റൈറ്റിലോട്ട് ആ രീതിയിലായിട്ട് ആണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ ഒരു രീതിയിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്ലൂ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് ഞാനൊരു ക്ലിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ആ ക്ലിപ്പ് അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെന്താ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെഡ് ബാൻഡ് വരുന്നത് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേറെ ഷേപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ, ആ ഒരു ഐഡിയയിൽ ഞാൻ ഇങ്ങനെയൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തോട്ട് നമുക്കൊന്ന് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ലെങ്ത്തിൽ എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചുള്ള ലെങ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ് ബാൻഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് അറിയിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും സജഷൻസോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലോ ആണെങ്കിലും ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇനി നിങ്ങൾക്ക് പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ അതും പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് വേറൊരു ഹെഡ് ബാൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഐഡിയ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ വേറെ എന്താ, അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു ഐറ്റം ആയിട്ട് കാണാം. വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന കാര്യമാണ്, പക്ഷേ ആരും തന്നെ അങ്ങനെ കമൻറ്റ് ചെയ്യാറില്ല. ഒന്ന് കമൻറ്റ് ചെയ്യണം, എന്നാൽ നമുക്കതൊരു പ്രോത്സാഹനമായിരിക്കും.